ഹലോ ഗായ്സ്, സ്വാമി നിത്യാനന്ദ ഇങ്ങേരെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങേര് വെറും ചേച്ചയാണ്, പരമനാരയാണ്, തെറികൾ കേൾക്കേണ്ടവനാണ്, തെറികൾ കേൾക്കുക തന്നെ വേണം. പക്ഷേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയാൾ ഇന്ത്യയിൽ പല ക്രൈമും ചെയ്തിട്ട് മുങ്ങി നടന്നപ്പോൾ സർക്കാർ ഇയാളെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കിട്ടിയിട്ടില്ല. ഇയാളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടും കേസുകൾ വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവിടെ കിടക്കുകയാണെങ്കിൽ രക്ഷയില്ല. അയാൾ നേരെ അങ്ങ് നാടുവിട്ട് പോയി. ഇപ്പോൾ അയാൾ യു എസിൽ എവിടെയോ അങ്ങ് സുഖമായിട്ട് അങ്ങ് താമസിക്കുന്നുണ്ട്. ഇയാൾ എന്നിട്ട് നാടുവിട്ട് പോയിട്ട് ഇയാൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിബുദ്ധിമാനായ ഇയാൾക്ക് ബുദ്ധി ഉപദേശം കൊടുക്കാനായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കുക. അവന്മാർ പറഞ്ഞതനുസരിച്ച് ഇയാൾ ഒരു രാജ്യം സ്ഥാപിച്ച് അതിലെ പ്രസിഡൻ്റാണെന്ന് അവകാശപ്പെട്ടു. നമുക്ക് വേറൊരു രാജ്യത്തിലെ പ്രസിഡന്റിനെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പില്ലെന്ന് അയാൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളൊരു പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നീട് ഈ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി എന്നതാണ് വാസ്തവം. കാരണം ഇയാൾക്കതിൽ ശക്തമായ തെളിവുകളുണ്ട്. റേപ്പ് കേസടക്കം, കൊലപാതക കേസടക്കം ശക്തമായ തെളിവുകളുണ്ട്. എന്നിരുന്നാൽ കൂടെ വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ നമുക്കൊരിക്കലും പിടിച്ച് അകത്തിടാൻ പറ്റത്തില്ല. കാരണം അത് രാജ്യാന്തര വിഷയമായി മാറും. അപ്പോൾ ഇയാൾ ആ ഒരു അതിബുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾ അവിടെ പോയി അവിടുത്തെ പ്രധാന പ്രസിഡൻ്റാണ്, കറൻസിയ, അവിടുത്തെ ഒരു RBI അതൊക്കെ തന്നെ രൂപീകരിച്ച് അയാൾ അവിടെ ജീവിക്കുന്നു. ഇക്വഡോറിലെ ഏതോ ഒരു രാജ്യം എന്നൊക്കെയാണ് ആദ്യം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായി ഇക്വഡോർ പറഞ്ഞ് ഞങ്ങളുടെ ഐലൻഡൊന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല, ഇത് ഏതോ ഒരു പൊട്ട നിങ്ങളെയൊക്കെ പറ്റിച്ചാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആളുകൾക്ക് ബോധോദയം ഉണ്ടായത് അയാൾ ഇക്വഡോറിലില്ല എന്നത്. പിന്നീട് റീസെൻ്റ്ലി 2024 ഇങ്ങനെ ആമസോണിൽ ആദിവാസികളുടെ ഇടയിൽ ഇയാളുടെ ഡിപ്ലോമാറ്റ്സിനെ വിട്ടു. എന്നിട്ട് അവരുമായി ഒരു കരാറുണ്ടാക്കി. ബൊളീവിയയിൽ ചെന്നിട്ട് ആദ്യം അവിടുത്തെ സർക്കാരിനെ പറ്റിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആദിവാസികളെ പറ്റിച്ചിട്ട് ഒരു കരാറുണ്ടാക്കി. അവരുടെ ഭൂമിയൊക്കെ ലീസിനെടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടൊരു കരാറുണ്ടാക്കി. അപ്പോൾ ആ ആദിവാസികളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, അവിടെയുള്ള കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിക്കുക എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഒരു കരാറുണ്ടാക്കി. 25 വർഷം എന്ന് പറഞ്ഞ കരാർ പിന്നീട് 1000 വർഷമാക്കി അയാൾ ലീസ് കരാർ. എന്നിട്ട് അവരെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ച് ഒരു പത്രപ്രവർത്തനം ഇയാളുടെ ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്ന് അങ്ങനെ 2024 ബൊളിവിയൻ സർക്കാരിനെ ബോധപ്പെട്ടു ഇയാൾ വേറെ ഉടായ്പാണെന്ന് മനസ്സിലായി ആ കരാർ അങ്ങ് റദ്ദ് ചെയ്തു. അങ്ങനെ അയാളിപ്പോൾ നിക്കക്കളിയില്ലാതെ അയാളുടെ വെബ്സൈറ്റിൽ അയാളുടെ രാജ്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അയാളുടെ രാജ്യം എന്ന് പറഞ്ഞത് ഒരു ഡിജിറ്റൽ രാജ്യമായി അയാൾ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽപ്പുണ്ട്. അതിനെതിരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, അയാളെ പിടിച്ചകത്തിടണം. ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ ആരെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ ഇയാൾ വളരെ വലുതാവുകയാണ് ചെയ്യുന്നത്. 2010 ഇയാൾക്കെതിരെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചപ്പോഴേക്കും ഇയാളങ്ങ് കയറി വളർന്ന് വലുതായി പന്തലിച്ചു പോയി. ഇത് എങ്ങനെ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല ഇതുവരെയായിട്ടും. എത്ര തെണ്ടിത്തരം കാണിച്ചാലും അങ്ങ് ഹിറ്റാവുകയാണെന്നുള്ള കാര്യം.